നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂ റൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നൊരു വിഷയം ഇതുവരെ ആരും പറയാത്ത ഒരു വിഷയം തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. കാരണം ആരും അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. പ്രധാനമായ വിഷയങ്ങളൊന്നും തന്നെ യൂട്യൂബിലൊന്നും സംസാരിക്കുന്നതായിട്ട് കാണുന്നില്ല. യൂട്യൂബിൽ ആളുകൾ പ്രതീക്ഷിക്കുന്നത് വെറും തമാശയാണ്. അപ്പോൾ ആ തമാശയായിട്ടുള്ള കണ്ടൻറ്റുകളും അതുപോലുള്ള പ്രോഗ്രാമുകളും ഒക്കെ ചെയ്യുന്നതിലേക്ക് ആളുകൾ തിരിയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അല്പനേരം കൊണ്ടുപോകാൻ ആഗ്രഹിക്കും. പ്രധാനമായിട്ടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളെല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഉള്ളൊരു സംഭവമാണല്ലോ വയനാട്ടിൽ നടന്ന് അതിഭയങ്കരമായിട്ടുള്ള ഒരു ട്രാജഡി തന്നെയായി. അത് പ്രകൃതിയുടെ താണ്ഡവം എന്നാണ് പത്രക്കാർ അതിനെ വിശേഷിപ്പിച്ചത്. എന്താണ് ഈ പ്രകൃതിയുടെ താണ്ഡവം, അഥവാ പ്രകൃതി എങ്ങനെ ശോഭിക്കുന്നു എന്നുള്ള വിഷയത്തിനെ കുറിച്ച് നമ്മുടെ കൈകാര്യങ്ങൾ തന്നെയാണ് ഈ പ്രകൃതി ശോഭത്തിൻ്റെ പിന്നിലൊക്കെ ഉള്ളത് എന്നുള്ളതാണ് സത്യം. എന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാതിരിക്കാനും പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ജനങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനിതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തെപ്പറ്റി. പിന്നീട് ഞാനൊരു വീഡിയോ ചെയ്തത് പൊല്യൂഷൻ കുറക്കാൻ വേണ്ടി ഗവൺമെൻറ് കൊച്ചി ആസ്ഥാനമാക്കിയിട്ട് ഉള്ള പുതിയ പ്രൊജക്റ്റിനെ പറ്റിയിട്ടും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കർണാടക സ്റ്റേറ്റിലേക്ക് നോക്കുമ്പോൾ അവിടെയാണ് ആദ്യം പ്രകൃതിക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് മലയിടിഞ്ഞതും ലോറി പുഴയിലേക്ക് മറിഞ്ഞതും ഇല്ല. പക്ഷേ ഈ ഒരു അപകടം നടന്ന മേഖല എന്ന് പറയുമ്പോൾ ഈ വനമേഖല മുഴുവൻ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കും അത് തമിഴ്നാട്, ഇത് കേരളം എന്നാണല്ലോ. എങ്കിൽ റബ്ബ് സുബ്ഹാനഹു തആലയുടെ ഭൂമിയിൽ അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഈ ഭൂമിയിലെ മുഖപ്പായിട്ടുള്ള സ്ഥലങ്ങൾ എല്ലാം പരസ്പരം കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ പരസ്പരം കൈകോർത്ത് കിടക്കുന്ന ഭൂമിയാണ്. ഇതിൽ വെള്ളം എന്ന് പറയുമ്പോൾ എന്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ, രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് അതവിടെ നിൽക്കട്ടെ, പരസ്പരം കൂട്ടിപ്പിടുത്തം സംഭവിക്കുന്ന ഒരു സാധനമാണ് വെള്ളം എന്ന് പറയുന്നത്. അതിന് തമിഴ്നാടെന്നോ കേരളമെന്നോ ഒന്നുമില്ല. ഇത് നമ്മളെ പൊല്യൂഷനുമായിട്ടും വളരെ ബന്ധമുണ്ട്. പൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? കരിയും പുകയും. നമ്മൾക്കും അറിയാം, നമ്മളെ കേരളത്തിലെ വേസ്റ്റുകൾ കത്തിച്ചൊക്കെ നമ്മൾ മറന്നു പോയിട്ടില്ല. വേസ്റ്റുകൾ കത്തിച്ച് പോരുമ്പോൾ എങ്ങനെയോ തീ പിടിച്ചിട്ട് പിന്നെ എത്രയോ ദിവസം നിന്ന് കത്തി. അതിനിപ്പോൾ എന്താ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, നമ്മൾ ഈ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യത്തിൽ വ്യക്തമായ പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്കറിയാം, പ്ലാസ്റ്റിക്കിൻ്റെ ഉറ വളരെ വിഷം വമിക്കുന്ന ഒരു സാധനമാണെന്ന്. പക്ഷേ ഈ ഉറ വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ സേഫ്റ്റി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇന്ത്യയെ പോലുള്ള
അവികസിത രാജ്യങ്ങളിൽ വളരെ എന്താ പറയുക, അതിനൊരു മൈക്രോ ഇതിൻ്റെ കണക്കുണ്ട്. അതിൽ ഏറ്റവും കാർബൺ പുറം തള്ളുന്ന രീതിയിലാണ് ആ ഉറകളെല്ലാം ഉണ്ടാക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ സാധനങ്ങൾ മേടിച്ചിരുന്നത് എന്തിലാണ്? സാധാരണ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഇലകളിലും മറ്റുമാണ്. ഇന്ന് അതൊന്നും നമുക്ക് സാധ്യമല്ല. ഇന്ന് നമ്മൾ 1/2 കിലോ ഒരു സാധനം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് 1.5 കിലോ കൊള്ളുന്ന കീശ വാങ്ങുന്നുണ്ട്. ഇങ്ങനെ കീശ, കുപ്പികൾ, മറ്റുള്ള തെർമോക്കോളുകൾ, ചൈനയിൽ നിന്നൊക്കെ വരുന്ന പ്രൊഡക്റ്റുകളൊക്കെ നമ്മളെ ഇന്ത്യയിലെത്തുമ്പോഴേക്കും അതിനനുസരിച്ച് ഒരു ലോറി പ്രൊഡക്റ്റ് വരുന്നുണ്ടെങ്കിൽ 1/2 ലോറി തെർമോക്കോൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് കൊടുന്ന് തള്ളുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ നമുക്ക് നേരമില്ല. നമ്മളാൽ പൊല്യൂഷൻ ഉണ്ടാകരുത് എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. നമുക്ക് അതിന് മാത്രം വിദ്യാഭ്യാസം ഇല്ലായിട്ടൊന്നുമല്ല, നമുക്ക് തിരക്കിട്ട എന്തൊക്കെയോ പരിപാടിയാണ്. നമ്മളെ ചിന്ത ഒന്നും അതിനനുസരിച്ചില്ല. സുഹൃത്തുക്കളെ, 90 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചൂടായിട്ടുള്ള ചോറ് നിങ്ങൾ വാങ്ങുന്നത് ഈ വിഷാംശം കലരാൻ സാധ്യതയുള്ള ഉറകളിലാണ്. ഞാൻ പല നേർച്ചകളിലും അതുപോലുള്ള ചില കല്യാണ മണ്ഡപങ്ങളിൽ നിന്നൊക്കെ ചോറ് കൊണ്ടുവരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ 90 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടായ ചോറ് ആ ഉറയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പൊന്തുന്നത് ക്യാൻസറിന് സാധ്യതയുള്ള ഒരു തരം അമിനോ ആസിഡുകൾ കരിഞ്ഞിട്ടുള്ള ഇതാണ്. അപ്പോൾ നമ്മളെ വിദ്യാഭ്യാസം അവിടെ തളർന്നു പോയി. നമുക്കതൊന്നും നേരമില്ല. നമ്മൾ ഈ ഉറയിൽ വാങ്ങുന്നു, നമ്മൾ തിന്നുന്നു, നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ചൈന പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങുന്നു, കുട്ടികൾക്ക് കളിക്കാനും മറ്റും വില കുറവാണ്, വളരെ സുഖം. ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ വില കുറവാണ്. പക്ഷേ ആ വിലക്കുറവുള്ള സാധനങ്ങളിലെ കളറുകൾ കുട്ടികൾ വായിൽ വെച്ചിട്ടും ഈമ്പിയിട്ടും കുട്ടികൾക്ക് ക്യാൻസർ ഉണ്ടാകും. ഇതൊക്കെ കണ്ട് കൊടുന്ന് തള്ളുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല ഇവിടെ. ഇപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പൊല്യൂഷൻ കുറക്കുന്ന ഒരു സാധനമാണ് മരങ്ങൾ. ഈ മരങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ വെട്ടി ഒഴിവാക്കുന്നു കാടുകളിൽ നിന്ന്. ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ കിട്ടിയിട്ട് 100 മരം മുറിക്കണമെന്ന് വെച്ചാൽ 150 മരം മുറിച്ചിരിക്കും. അതിന് ഓഫീസേഴ്സ് കൈക്കൂലിയും കൊടുത്തു കഴിഞ്ഞാൽ മരങ്ങളൊക്കെ വലിയ വലിയ കാട്ടുകള്ളന്മാർ മുറിച്ച് മാറ്റി കൊണ്ടുപോകുന്നു. ഇങ്ങനെ പുറമെ നോക്കുമ്പോൾ ഒരുപാട് ഭയങ്കരമായ കാട് പോലെയും ഉള്ളിൽ പഴയ കാലത്തിൻ്റെ പ്രതാപമുള്ള കാടില്ല. ഓപ്പണായി തുറസായ സ്ഥലം പോലെ കിടക്കുന്ന മരങ്ങൾ വെട്ടി മുറിച്ച് അങ്ങോട്ട് തള്ളി കൊണ്ടുപോയിട്ട് പണം 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 എന്നുള്ളൊരു ചിന്താധാരയിലൂടെ പോയിട്ട്, ഞാൻ പറഞ്ഞു മറ്റൊരു വീഡിയോയിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ പറ്റി. ഈ മരങ്ങൾ സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന മലകളിലും മറ്റും ഇല്ലെങ്കിൽ ഓസോൺ പാളികൾക്ക് വിള്ളൽ വീഴുന്നതോടുകൂടി അതിഭയങ്കരമായിട്ടുള്ള പ്രകൃതിക്ഷോഭത്തിന് അത് കാരണമാകുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇനിയും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം, ഇപ്പോൾ മുല്ലപ്പെരിയാർ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു പ്രകമ്പനം, ഈ കള്ളക്കടൽ പ്രതിഭാസം പോലെ ഒരു മേഘതാണ്ഡവം സംഭവിക്കുകയാണെങ്കിൽ അവിടെയും അപകടത്തിന് സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനത് ചെയ്യുക. അത് 50 വർഷമാണ് അതിൻ്റെ ആകെ കാലാവധി. ഇപ്പോൾ അത് 150 വർഷത്തിൻ്റെ മേലേക്ക് പോവുകയാണ് നമുക്ക്. അപ്പം നമ്മളുടെ ഗവൺമെൻറ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസമുള്ളവർ ഇതിനെപ്പറ്റി സംസാരിക്കാൻ അവർക്ക് നേരം കിട്ടുന്നില്ല. അവർക്ക് അവരുടേതായ ഒരു സിറ്റുവേഷനിലൂടെ അവരുടേതായ ഒരു സുഖസൗകര്യങ്ങളിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗോളതാപനം എന്ന് പറയുന്നത് ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെപ്പറ്റി ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഭൂമിയും വിട്ട് നമ്മൾ
ചന്ദ്രനിലൊക്കെ പോയി ഉപവസിക്കും, താമസിക്കും എന്നൊക്കെയാണ്. ഈ അശാസ്ത്രീയമായ നിഗമനം വിശ്വസിച്ചിട്ട് ഇരിക്കുന്ന നമ്മൾ ഭൂമിയെ പരമാവധി തകർത്ത് തരിപ്പണാക്കുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ കഴിയില്ല. റസൂൽ പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക, ഒരു മരം വെട്ടിക്കഴിഞ്ഞാൽ അവിടെ 2 മരങ്ങൾ നിങ്ങൾ വെച്ച് പിടിപ്പിക്കണം എന്നാണ്. 2 അല്ലെങ്കിൽ 10 വെച്ച് പിടിപ്പിച്ചോളൂ എന്നാണ്. അതിന് ശേഷമാണ് ഈ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു മരം വെക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു മരം വെക്കിട്ടാണ്. അപ്പോൾ ആ റസൂല് എന്തൊക്കെയാണ് ഈ പ്രകൃതിയെപ്പറ്റി പറഞ്ഞിരിക്കുന്നതെന്ന് പഠിക്കാനും ഇവിടെ നേരമില്ല. അതൊക്കെ തച്ച് തൂർക്കിടാനാണ് ജനങ്ങൾ ആഹ്വാനം ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ കാര്യങ്ങൾ വിട്ടുപോയ സ്ഥിതിവിശേഷത്തിലേക്കാണ് നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാലാകാലം ഈ ഭൂമിയിൽ സുഖമായിട്ട് ജീവിക്കാൻ കഴിയുമെന്നാണ്. തെറ്റാണത്. ഈ ഭൂമി എന്തായാലും നശിക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ നശിപ്പിച്ച് ഞങ്ങളങ്ങ് പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ജനങ്ങൾക്ക് ഇവിടെ ജീവിച്ചാൽ മതിയോ? വളർന്നു വരുന്ന കിടാങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലേ ഈ ഭൂമി. ഇവിടെ അവർക്ക് ജീവിക്കാൻ കഴിയണോ? അതിന് നമ്മളെ ജീവിത രീതിയിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടത് നമ്മൾ ഗവൺമെൻറ്റും അതുപോലെ എല്ലാവരും, വിദ്യാഭ്യാസമുള്ള എല്ലാവരും. ഇവിടെ ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വെറും പണമായിട്ട് കണക്ക് കൂട്ടുകയാണോ? മനുഷ്യൻ്റെ വിദ്യാഭ്യാസത്തിന് അവിടെ വാല്യൂ കൽപ്പിക്കുന്നില്ല. പണമുണ്ടോ? യാതൊരു കുഴപ്പമില്ല. നമ്മൾ ഇപ്പോൾ ഒരു കല്യാണ മണ്ഡപത്തിൽ പോയി, നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കാൻ കഴിയുമ്പോൾ തന്നെ ചെറിയ ചെറിയ ബോട്ടിലുകളിൽ വെള്ളം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എത്രമാത്രം കുപ്പിയാണ് നമ്മളെ കേരളത്തിൽ വന്നിട്ട് അടിഞ്ഞു കൂടുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ ഈ കേരളക്കാർക്ക് ഇതിൻ്റെ ആവശ്യം? വെള്ളം ഗ്ലാസ്സിൽ കൊടുത്തോളണം, ആ കുപ്പി വാങ്ങരുത്. കുപ്പി നമ്മൾ വാങ്ങരുത് എന്ന് പറഞ്ഞാൽ പിന്നെ കുപ്പി തന്നെ വാങ്ങിക്കൊണ്ടിരിക്കുക എന്ത് ചെയ്യും? ഇഷ്ടം പോലെ വെള്ളമുള്ള സ്ഥലത്ത് വേനൽക്കാലത്തും വർഷക്കാലത്തും ഒക്കെ നമ്മൾ കുപ്പി വെള്ളമാണ് കുടിക്കുന്നത്. നമ്മൾക്ക് 1/2 കിലോ അരി വാങ്ങാൻ പൈസ ഉണ്ടായിരുന്നില്ല. അതൊക്കെ മറന്നിട്ട് നമ്മൾ നമ്മുടേതായ രീതിയെ മുഴുവൻ തല്ലി ഉടച്ചിട്ട് ഒരു കേരളത്തിൻ്റെ പൈതൃകത്തെ തന്നെ, വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന നമ്മളെ കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞിട്ട് ലോകപ്രശസ്ത ഒരു സ്റ്റേറ്റാണ് നമ്മളെ സ്റ്റേറ്റ്. എന്നിട്ട് നമ്മളെ വിദ്യാഭ്യാസം എന്ത് ചെയ്തു? എല്ലാം തല്ലി ഉടച്ചതിന് ശേഷം വാവിട്ട് കരയുന്ന ഒരു രീതിയിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ പറയും. കടലിൽ പോലും വേസ്റ്റ് ഒന്ന് അടഞ്ഞിട്ട് വല പോലത്തെ എന്തോ ഒരു സാധനം കൊണ്ട് വാരിക്കോരിയിട്ട് കരയിലിട്ട് തീ കൊടുക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസകരമായ അവസ്ഥയാണ്. സിഗരറ്റ് വലിക്കാൻ പാടില്ല, എന്നിട്ട് സിഗരറ്റ് ഉണ്ടാക്കുന്നില്ലേ? കള്ളുടിക്കാൻ പാടില്ല, എന്നിട്ട് കള്ളുണ്ടാക്കുന്നില്ലേ? നമ്മൾക്കിതൊക്കെ പറയാൻ പാടില്ല എന്നുള്ള കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ രാജ്യത്തിന് കപ്പാസിറ്റി ഇല്ല. നമ്മൾ ഈ പറഞ്ഞ നിരോധിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? എന്നിട്ട് നിരോധിച്ചോ? ബീഡി വലിക്കാൻ പാടില്ല. എത്ര പോരം ബീഡി ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന് വല്ല ക്വാളിറ്റിയും ഉണ്ടോ? ഇതൊന്നും തന്നെ ചിന്തിക്കാനോ പറയാനോ വർത്തമാനം പറയാനോ ഒന്നും ആർക്കും ഒരു നേരവുമില്ല. അപകടം നടന്ന സ്ഥലത്തെ പറ്റിയിട്ട് കരഘോഷം മുഴക്കിയിട്ടും അല്ലെങ്കിൽ അതിനെപ്പറ്റി ഏകി പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലൂടെ നമ്മൾ പോയിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകളും അതിൻ്റെ യഥാർത്ഥ കണ്ടൻറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും സംസാരിക്കാം. അതുവരെ എല്ലാവർക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ നമ്മൾ പ്രകൃതിയെ പരമാവധി നശിപ്പിക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.